നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഉത്സവം സ്പെഷ്യൽ സത്സംഗത്തിലേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണനാണ്. ഇടയ്ക്കിടയ്ക്ക് ആനപ്പുറത്ത് എന്താ കയറുന്നത് ചോദിച്ചാൽ ഉത്സവകാലത്ത് കൂടുതൽ സമയവും ആനപ്പുറത്ത് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ സത്സംഗ കൃഷ്ണനും ഇന്ന് ആനപ്പുറത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. 2 നേരം കാഴ്ച ശിവേലി ഉണ്ട് കേട്ടോ. മിസ് ചെയ്യാതെ എല്ലാവരും വന്ന് കാണണം. രാവിലെ 7 മണി തൊട്ടിട്ട് 9:30 വരെയും വൈകുന്നേരം 3 മണി തൊട്ട് 5:30 വരെയും കാഴ്ച ശിവേലി ഉണ്ട്. അപ്പോൾ ആനപ്പുറത്ത് കണ്ണ് നിറയെ കാണാം ഗുരുവായൂരപ്പനെ. ആർക്കെങ്കിലും ഇനി അകത്തേക്ക് ക്യൂ നിന്നിട്ട് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കൊന്നും വേണ്ട. 5:30 വരെയും കാഴ്ച ശിവേലിയുണ്ട്. അപ്പോൾ ആ സമയത്ത് ആനപ്പുറത്ത് കണ്ടു തൊഴാവുന്നതാണ് കേട്ടോ. പിന്നെ പഴുക്കാമണ്ഡപം എഴുന്നള്ളിച്ച് വയ്ക്കുന്നത് 2 നേരം ഉണ്ട്. 10:30 തൊട്ട് 11 മണി വരെയാണ്. അതൊരു ഏകദേശ കണക്കാണ് കേട്ടോ. രാവിലത്തെ സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ 11 തൊട്ട് 11:30 ആവും, ചിലപ്പോൾ 11:30 to 12 ആവും. ഇന്നലെ 11:30 to 12 ആയിരുന്നു. അപ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. അതിന് പല പല കാരണങ്ങളും ഉണ്ട്. പിന്നെ തന്നെ പുണ്യാഹം പറ്റിയിട്ടുണ്ട് രാവിലെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് സാധാരണ സമയത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് രാവിലത്തെ സമയം. വൈകുന്നേരം 8:30 മുതൽ 12:30 വരെ ഉണ്ട് കേട്ടോ. 12:30, 12:45 വരെ ഉണ്ട്. ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ വന്ന് കണ്ടു തൊഴു. കണ്ണ് നിറയെ പഴുക്കാമണ്ഡപം കണ്ടു തൊഴു കേട്ടോ ഗുരുവായൂരപ്പനെ. ഇതൊക്കെ വർഷത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഭാഗ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ. ഇനി എന്താ വിശേഷങ്ങൾ? ഇന്നത്തെ കഞ്ഞി കുടിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നത്തെ ഉത്സവ വിശേഷങ്ങളിലേക്ക് പോവാം. ഇന്ന് കഞ്ഞി കുടിക്കൽ മാത്രമല്ല കേട്ടോ. ഇന്ന് ലാലച്ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കഞ്ഞി കുടിക്കാൻ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ലാലച്ചേച്ചി ഉത്സവം കൂടാൻ വന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് കഞ്ഞി കുടിച്ചത്. പതിവ് പോലെ നിങ്ങളെ എല്ലാവരെയും കഞ്ഞി കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. പ്രസാദോട്ടിനെ എല്ലാവരും കാണൂ കേട്ടോ. അത് വിഷ്ണു അതെ ചാവി എടുക്കാൻ മറന്നു വണ്ടിയിൽ വന്ന്. അപ്പോൾ 2ാമത് ഇറങ്ങി. അപ്പോൾ അടുത്ത ട്രിപ്പിലാണ് കയറാൻ പറ്റിയത്.
Oh. സൈക്കിൾ വരില്ല വീണ്ടും കഴിക്കണ്ടല്ലേ അതാണ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിക്കുക. വെറുതെ കഞ്ഞി മാത്രമൊക്കെ അല്ലേ സംസാരിക്കാൻ അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലും കൂടുതൽ പറഞ്ഞു. ആദിനാധർമ്മരാജെന്ന് അടിച്ചാൽ മതി. ആദിനാധർമ്മരാജെന്ന് അടിച്ചാൽ മതി. ഗൂഗിളിൽ അടിച്ചാൽ മതി. മടക്കും
കഞ്ഞി കുടിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പ്ലാവില കുത്താനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം നമ്മൾ മുമ്പത്തെ ആ വീഡിയോ കണ്ടതാണല്ലോ, പ്ലാവില കുത്തുന്ന ആ ഒരു പാരമ്പര്യ ജീവനക്കാരുടെ വീഡിയോ നമ്മൾ കണ്ടതാണല്ലോ, കുടുംബക്കാരുടെ മുത്തയിടത്ത് കുടുംബത്തിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തതാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 10 പ്ലാവില കുത്തുന്നത് ഒരു പുഷ്പാഞ്ജലിക്ക് സമമാണ്, അത്രയും ഭഗവാനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉപാസനയായിട്ട് കൊണ്ട് നടക്കുന്നതാണെന്ന്. അപ്പം ഞങ്ങൾക്ക് മോഹം തോന്നി അവിടെ പോയി പ്ലാവില കുത്തണമെന്ന്. അപ്പം ഞാനും ആഷികയും അതുപോലെ ലാലച്ചേച്ചിയൊക്കെ പ്ലാവില കുത്താൻ വലിയ നിശമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അവർക്കൊരു നാക്കും ഒരു രീതിയൊക്കെ ഉണ്ട്, വർഷങ്ങളായിട്ട് അവർ ചെയ്യണതല്ലേ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഈർക്കില പൊട്ടുന്നുണ്ട്, പ്ലാവില കീറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പ്ലാവില കുത്തി അവിടെ കൊടുത്ത് അങ്ങനെ പോകുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ കഞ്ഞി കുടിക്കൽ കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് 2 പ്ലാവിലെങ്കിലും കുത്തിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അല്ലേ പ്ലാവില കുത്തുന്ന സ്ഥലം എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തർ വരുന്നത് കണ്ടു. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും അവർ ക്ഷമയോടുകൂടി പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭക്ത കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് നേരെയാക്കി കൊണ്ടുവന്ന പ്ലാവിലുണ്ട്, ഇവിടെ കൊടുക്കണ്ടേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവിടെ പ്ലാവില കൗണ്ടർ ഉണ്ട്, ഭാഗത്താണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വന്നത് രാത്രിയിലായിരുന്നു, അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പറഞ്ഞു. പക്ഷേ കഴുകി വൃത്തിയാക്കി കെട്ടി കൊണ്ടുവന്ന പ്ലാവില അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇവരത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഭക്തരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്കും പുതിയ പുതിയ ഇൻഫർമേഷൻസ് ആണ് അല്ലേ. എന്തായാലും ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഭാഗ്യം ഭഗവാൻ തന്നതിലെ വലിയ സന്തോഷം ഭഗവാനോടും അറിയിക്കുന്നു. അപ്പം നമുക്ക് ആ കാഴ്ചകളും കൂടി കണ്ടിട്ട് വരാം.
കാണിച്ചു തരുമോ? ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഉത്സവം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ സംശയങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഒരു എപ്പിസോഡും കൂടെ ചെയ്യേണ്ടി വരും തോന്നുന്നു. എന്തായാലും ഇപ്പം ഞാൻ ചോദ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഉത്സവ വിശേഷങ്ങളെല്ലാം കണ്ണ് നിറയെ കണ്ണനെ കണ്ട് ഉത്സവം കൂടാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട. അടുത്ത വർഷം എന്തായാലും ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് ആ ഭാഗ്യം തരുന്നത് ചെയ്യും. ഈ വർഷം പറ്റുന്ന എല്ലാവരും പങ്കെടുക്കും കേട്ടോ ഉത്സവത്തിൽ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും ഉത്സവ കാഴ്ചകളും ഉത്സവ വിശേഷങ്ങളും ഉത്സവത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുമായിട്ട് അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. നന്ദി.